മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ISO/OSI ലെയർ, TCP/IP മോഡൽ എന്താണ് നോക്കാൻ പഠിച്ചു. ഇനി നമ്മൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പഠിക്കാൻ പോവാണ്. ഇന്നത്തെ ടോപ്പിക്കാണ് സ്വിച്ചിങ്. നമ്മൾ പറഞ്ഞു കുറേ നോഡ്സ് അല്ലെങ്കിൽ ഹോപ്സ് ഉണ്ടാവുമ്പോൾ ഒരു ഹോപ്പിൽ നിന്ന് തൊട്ടടുത്ത ഏത് ഹോപ്പിലേക്ക് അല്ലെങ്കിൽ ഏത് നോഡിലേക്ക് മെസ്സേജ് പാസ് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രോസസ്സാണ് എന്ത്, സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്ക് ഈസ് എ സെറ്റ് ഓഫ് കണക്റ്റഡ് ഡിവൈസസ് അല്ലേ. അപ്പോൾ അവിടെ കുറേ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്കതിനെ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് എങ്ങനെ നമ്മൾ മെസ്സേജ് പാസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പോൾ കണക്ഷൻ നമ്മൾ കുറേ ടൈപ്പ് ഓഫ് കണക്ഷൻസ്, ഫിസിക്കൽ കണക്ഷൻസ് കുറേ ടൈപ്പ് ഓഫ് കണക്ഷൻസ് പഠിച്ചു അല്ലേ. ടോപ്പോളജി എന്ന് പറഞ്ഞിട്ട് മെഷ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, ബസ് ടോപ്പോളജി, അങ്ങനെയുള്ള ഒരുപാട് ട്രീ ടോപ്പോളജി, ഹൈബ്രിഡ് ടോപ്പോളജി ഒക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഒരു വേ എന്ന് പറയുന്നത്, ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഓരോ പെയർ ഓഫ് ഡിവൈസസ് വെച്ചാലും പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ ഉണ്ടാക്കുക. അതാണ് മെഷ് ടോപ്പോളജി വരുന്നത് അല്ലേ. ഒരു നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസസും തമ്മിൽ പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ, അതായത് ഹാൻഡ് ഷേക്കിംഗ് തിയറം പോലെ, ഹാൻഡ് ഷേക്കിംഗ് പോലുള്ള ഒരു കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ എന്തായി, മെഷ് ടോപ്പോളജിയായി. പക്ഷെ അതിൻ്റെ ഒരു ബാഡ് ക്യാരക്ടർ എന്താ, ഒരുപാട് കേബിൾസ് ആൻഡ് വയേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒരുപാട് വേണ്ടേ. പിന്നെ കുറേ സിസ്റ്റംസൊക്കെ ഒന്നിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര റഷായിട്ട് മാറും. പിന്നെ വേറൊരു വഴി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിവൈസ് എടുത്തിട്ട്, ഇപ്പോൾ ഒരു മെയിൻ ഡിവൈസ്, സെൻട്രൽ ഡിവൈസ് എടുത്തിട്ട് ബാക്കി എല്ലാറ്റിനെയും കണക്ട് ചെയ്യുക. ഇപ്പോൾ ബെസ്റ്റ് ടോപ്പോളജിയിൽ നമ്മൾ കോമൺ ചാനൽ യൂസ് ചെയ്യാണ് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുമ്പം എന്താണ് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ ചില ഡിവൈസസ് അല്ലെങ്കിൽ ചില ചാനൽസ് മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ അറ്റ് എ ടൈം. ഇപ്പോൾ രണ്ട് ഡിവൈസസ് തമ്മിലേ കണക്ഷൻ വേണ്ടൂ, രണ്ട് ഡിവൈസ് തമ്മിലേ മെസ്സേജ് പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം അവിടെ എന്തായിട്ടിരിക്കുകയാണ്, ഐഡിലായിട്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ ചാനലും ഐഡിലായിട്ടിരിക്കുകയാണ്, ബാക്കി എല്ലാ ഡിവൈസും ഐഡിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വേസ്റ്റ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നു. അപ്പോൾ ഇതിനൊക്കെ കൂടി മാറ്റാൻ പറ്റുന്ന ഒരു ബെറ്റർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ വേ എന്ന് പറയുന്നത് എന്താണ്, സ്വിച്ചിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, കുറേ നോഡ്സ്, ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നോഡ്സ് ഉണ്ടാവും. നോഡ്സ് എന്ന് ആ നോഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്വിച്ചസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സ്വിച്ചസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും, സ്വിച്ചസ് ആർ ഡിവൈസസ് capable of creating temporary connections between two or more devices linked to the switch. അതായത് സ്വിച്ച് എന്ന് പറയുന്നത് ആ സ്വിച്ചുമായിട്ട് ലിങ്ക് ചെയ്ത കുറേ സിസ്റ്റംസ് തമ്മിൽ ടെമ്പററി ആയിട്ട് കണക്ഷൻ, വെർച്വൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ capable ആയിട്ടുള്ള ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്വിച്ച് എന്ന് വിളിക്കുക. സ്വിച്ചസ് ആർ ഡിവൈസസ് capable of creating temporary connections between two or more devices. പല ഡിവൈസുകൾ തമ്മിൽ ടെമ്പററി ആയിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഡിവൈസസ് ആണ് എന്ത്, സ്വിച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടോ, ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ കാണുന്നതൊക്കെ സ്വിച്ചാണ്. ബാക്കിയെല്ലാം എൻഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. ABCD അങ്ങനെ മാർക്ക് ചെയ്തതൊക്കെ എൻഡ് സിസ്റ്റംസ് ആണ്. അതായത് നമ്മളുടെ സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ആവുക ഈ എൻഡ് സിസ്റ്റംസ് ആണ്. ഈ എൻഡ് സിസ്റ്റം, ഓരോ എൻഡ് സിസ്റ്റവും ഓരോ സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ എത്ര എൻഡ് സിസ്റ്റം ഉണ്ടെങ്കിലും നമുക്ക് എന്താക്കാം, എന്താ പറയുക, സ്വിച്ചിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്വിച്ചിൻ്റെ ഡ്യൂട്ടി എന്താ, ഇപ്പോൾ സപ്പോസ് ഒരു മെസ്സേജ് A എന്ന് പറഞ്ഞ എൻഡ് സിസ്റ്റത്തിൽ നിന്ന് E എന്ന് പറഞ്ഞ എൻഡ് സിസ്റ്റത്തിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതെങ്ങനെ പാസ് ചെയ്യും, ആദ്യം A എന്ന് പറഞ്ഞ മെസ്സേജ്, A എന്ന് പറഞ്ഞ ആ സോഴ്സ് എങ്ങോട്ട് വരും, ഇയിലേക്ക് മെസ്സേജ് പാസ്, ഫസ്റ്റ് റൂട്ടറിലേക്ക്, ഫസ്റ്റ് സ്വിച്ചിലേക്ക് മെസ്സേജ് പാസ് ചെയ്യും.
എന്നിട്ട് ഈ ഫസ്റ്റ് സ്വിച്ചിൽ നിന്ന് ഏതാണ് എളുപ്പ വഴി എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് വെച്ച് അടുത്ത സ്വിച്ചിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ അടുത്ത സ്വിച്ചിലേക്ക് പോകും, പിന്നെ നെക്സ്റ്റ് സ്വിച്ചിലേക്ക് പോകും. എന്നിട്ട് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ ആ ഡെസ്റ്റിനേഷനിലേക്ക് മെസ്സേജ് എത്തിക്കും. ഇതാണ് ഈ ഒരു പ്രോസസ്സ്. ഇവിടെ ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വിച്ചിങ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? സ്വിച്ചിങ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് സ്വിച്ചിങ് ആണുള്ളത്. സർക്യൂട്ട് സ്വിച്ചിങ്, പാക്കറ്റ് സ്വിച്ചിങ് ആൻഡ് മെസ്സേജ് സ്വിച്ചിങ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സ്വിച്ചിങ് ആണുള്ളത്. അതിൽ ഈ പാക്കറ്റ് സ്വിച്ചിങ്ങിനെ തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് എന്താക്കിയിട്ടുണ്ട്? ഡാറ്റാഗ്രാം നെറ്റ്വർക്ക്സ് ആൻഡ് വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്സ് എന്നാക്കി വെച്ചിട്ടുണ്ട്. സ്വിച്ചിങ് എന്ന് പറയുന്നത് പ്രോസസ്സാണ്. ആ സ്വിച്ചിങ് നടക്കുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്യൂട്ട് കേട്ടോ. അപ്പോൾ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സർക്യൂട്ട് സ്വിച്ചിങ് നടക്കുന്ന നെറ്റ്വർക്ക്. ഓക്കെ, പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പാക്കറ്റ് സ്വിച്ചിങ് നടക്കുന്ന നെറ്റ്വർക്ക്. അപ്പോൾ പാക്കറ്റ് സ്വിച്ചിങ്ങിൽ തന്നെ 2 ടൈപ്പ് ഓഫ് സ്വിച്ചിങ് ഉണ്ട്, ഡാറ്റാഗ്രാം ആൻഡ് വെർച്വൽ സർക്യൂട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ടൈപ്പ് സ്വിച്ചിങ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും ആണ് വെരി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് സ്വിച്ചിങ് മെത്തേഡ്സ്. മെസ്സേജ് സ്വിച്ചിങ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റേ സർക്യൂട്ടിൻ്റെയും പാക്കറ്റിൻ്റെയും അത്ര എന്തല്ല ഇഫക്റ്റീവ് അല്ലെങ്കിൽ കോമൺ അല്ല. മെസ്സേജ് സ്വിച്ചിങ് നമ്മൾ കുറച്ച് സിറ്റുവേഷൻസിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി എന്താണ് ഇതിൽ ഓരോന്നും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. ആ ഫിഗർ കണ്ടോ? അതിൽ കുറേ എന്താ പറയുക ലിങ്ക്സ്, ചാനൽ കാണുന്നുണ്ട് അല്ലേ? 4 റൂട്ടർ ഉണ്ട്. 1 2 3 4 എന്ന് പറഞ്ഞ് കാണിക്കുന്ന 4 റൂട്ടർ. ഓക്കെ, ഈ 4 റൂട്ടറാണ്. 4 റൂട്ടർ ഉണ്ട്. പിന്നെ ഇവിടെ ഈ എൻ പോയിൻറ്റ്സിലെല്ലാം ഓരോ എൻ പോയിൻറ്റിലും എന്തുണ്ട്? ഓരോ എൻ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവരിതിൽ ഷോ ചെയ്തിരിക്കുന്ന എൻ സിസ്റ്റം എയും എമ്മും മാത്രമാണ്. അത് നമുക്ക് പഠിക്കാൻ വേണ്ടി ആ 2 മാത്രമാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു എൻ സിസ്റ്റം 1 എന്ന് പറഞ്ഞ റൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു അല്ലേ? ഈ 1 എന്ന് പറഞ്ഞ റൂട്ടർ 2 എന്ന് പറഞ്ഞ റൂട്ടറും 4 എന്ന് പറഞ്ഞ റൂട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. 2ഉം 4ഉം എന്തായിട്ട് കണക്റ്റഡ് ആണ്? 3 എന്ന് പറഞ്ഞ റൂട്ടറായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഫിഗറിനെ കുറിച്ച്. ഇനി സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത് ഫിസിക്കൽ ലെയറിലാണ് നടക്കുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ് നടക്കുന്നത് ഫിസിക്കൽ ലെയറിലാണ്. അപ്പോൾ സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത് സെറ്റ് ഓഫ് സ്വിച്ചസ് കണക്റ്റഡ് വിത്ത് എ ഫിസിക്കൽ ലിങ്ക്. ഓക്കെ, സെറ്റ് ഓഫ് സ്വിച്ചസ് കണക്റ്റഡ് വിത്ത് ഫിസിക്കൽ ലിങ്ക്. ഒരു 2 സ്റ്റേഷൻസ് തമ്മിൽ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റൂട്ടറിൽ അല്ലെങ്കിൽ സ്വിച്ചിൽ ഒരു കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ കണ്ടോ, എ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇതാണ് എന്ത്? എയിൽ നിന്ന് എമ്മിലേക്കുള്ള ഡെഡിക്കേറ്റഡ് പാത്ത്. ഓക്കെ, എയിൽ നിന്ന് എമ്മിലേക്കുള്ള ഒരു ഡെഡിക്കേറ്റഡ് പാത്ത്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ബിഫോർ പാസിങ് മെസ്സേജ്, ഏത് മെസ്സേജ് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം സ്വിച്ചസ് ഒക്കെ കൂടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യും, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. എങ്ങനെ? ഈ ഫിസിക്കൽ ലിങ്കിൽ കൂടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇവിടെ ഓരോ ഫിസിക്കൽ ലിങ്കും അല്ലെങ്കിൽ ഓരോ ചാനലും പല ചാനലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ലിങ്കും പല ചാനലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ലിങ്ക്. ആ ലിങ്കിനെ പല ചാനലാക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ആദ്യം ഇതിൽ നടക്കുന്നത് ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിന് എം എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ സിസ്റ്റം എ നീഡ്സ് ടു റിക്വസ്റ്റ് എ കണക്ഷൻ ടു എം. സിസ്റ്റം എ ആദ്യം എമ്മിനോട് ഒരു കണക്ഷൻ റിക്വസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ കണക്ഷൻ എമ്മും ആ എമ്മിലേക്ക് എത്താൻ വേണ്ടി ആ പാത്തിലുള്ള അല്ലെങ്കിൽ ആ റൂട്ടിലുള്ള എല്ലാ സ്വിച്ചസും ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ഡിഫൈൻ ചെയ്തു. ഈ ഒരു ഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റപ്പ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ എത്ര പാക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണോ, ബിറ്റ്സ് ആണോ, മെസ്സേജ് ആണോ, എന്താണെങ്കിലും ആ ചാനലിൽ കൂടെ അല്ല ഏത് ചാനലിൽ കൂടെ പോയാലാണോ സ്പീഡിലെത്തുക ആ ചാനലിൽ കൂടെ അല്ലെങ്കിൽ ആ ഡെഡിക്കേറ്റഡ് കണക്ഷനിലൂടെ ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഡാറ്റ ട്രാൻസ്ഫർ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ സർക്യൂട്ട് ആർ ടോൺ ഡൗൺ അല്ലെങ്കിൽ കണക്ഷൻ വിൽ റിലീസ്. ആ തമ്മിലുണ്ടാക്കിയ ആ ഡെഡിക്കേറ്റഡ് പാത്ത് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അതാണ് ഇതിൽ നടക്കുന്നത്, സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ നടക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പോയിൻറ്റ്സ് നോക്കാം. സർക്യൂട്ട് സ്വിച്ചിൽ എന്താണ്? സെറ്റ് ഓഫ് സ്വിച്ചസ് ഉണ്ട്, ഫിസിക്കൽ ലിങ്ക് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഓരോ ലിങ്കും n ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ ലെയറിലാണ് നടക്കുന്നത്. സ്റ്റേഷൻസ് മേക്ക് എ റിസർവേഷൻ ഓഫ് റിസോഴ്സസ് ഡ്യൂറിങ് കണക്ഷൻ സെറ്റപ്പ്. കണക്ഷൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡിക്കേറ്റഡ് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ടൈം. ആ കണക്ഷൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് റിസോഴ്സസിനെ അവർ മുൻകൂട്ടി റിസർവ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇനി ദീസ് റിസോഴ്സസ് ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ച റിസോഴ്സസ് എപ്പോഴും അവിടെ എന്തായിരിക്കും? പ്രസൻ്റ് ആയിരിക്കും. ആർ ഡെഡിക്കേറ്റഡ് ഡ്യൂറിങ് എൻറ്റയർ ഡാറ്റ ട്രാൻസ്ഫർ. ഡാറ്റ ട്രാൻസ്ഫർ കഴിയുന്നത് വരെയും ആ റിസോഴ്സസ് ഒക്കെ അവിടെ ഉണ്ടാവും. റിസോഴ്സസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇടയിലുള്ള നോഡുകൾ, ചാനലുകൾ, ബാൻഡ് വിഡ്ത്ത്, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റിസോഴ്സസ്. പിന്നെ ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? ടിയർ ഡൗൺ എന്ന് പറഞ്ഞ ഫേസാണ്. അതായത് ആ കണക്ഷൻ റിലീസ് ചെയ്ത് കളയും അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കളയും. ഇനി ഇവിടെ ഡാറ്റ എന്തല്ല? പാക്കറ്റൈസ്ഡ് അല്ല. ദിസ് ആർ കണ്ടിന്യൂസ് ഫ്ലോ വിത്ത് സം പീരിയഡ്സ് ഓഫ് സൈലൻസ്. പാക്കറ്റായിട്ടല്ല ഡാറ്റേനെ പാസ് ചെയ്യുന്ന, കണ്ടിന്യൂസ് ഫ്ലോ ആണ്. കാരണം എന്താ? ഡെഡിക്കേറ്റഡ് പാത്താണ്. അതിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. ഇനി നോ അഡ്രസ്സിങ് ഡ്യൂറിങ് ഡാറ്റ ട്രാൻസ്ഫർ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട സമയത്ത് അഡ്രസ്സിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളെപ്പോഴാണ് ഒരു അഡ്രസ്സ് യൂസ് ചെയ്യുക? നമ്മൾ പോകുന്ന സ്ഥലം നമുക്ക് അറിയാതിരിക്കുമ്പോഴാണ് അല്ലേ? ഇവിടെ ഓൾറെഡി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചതാണ്. സോഴ്സും ഡെസ്റ്റിനേഷനും ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ പിന്നെ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? അഡ്രസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. ഏറ്റവും സെറ്റപ്പ് ഫേസിൽ മാത്രമാണ് എന്ത് വേണ്ടത്? എൻഡ് ടു എൻഡ് അഡ്രസ്സിങ് വേണ്ടത്. ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് എൻഡ് ടു എൻഡ് അഡ്രസ്സിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. സെറ്റപ്പ് ഫേസിൽ മാത്രം സോഴ്സ് ആരാണ്, ഡെസ്റ്റിനേഷൻ ആരാണെന്ന് ഏറ്റവും ആദ്യം അറിയാൻ വേണ്ടി മാത്രമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്രസ്സിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് വാട്ട് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഫേസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫേസസ് ഓഫ് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സെറ്റപ്പ് ഫേസ്. സെറ്റപ്പ് ഫേസിൽ എന്താ നടക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? എന്താണ്? ബിഫോർ ദ ടു പാർട്ടീസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഡെഡിക്കേറ്റഡ് സർക്യൂട്ട് നീഡ്സ് ടു ബി എസ്റ്റാബ്ലിഷ്. ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എൻഡ് സിസ്റ്റംസ് ആർ നോർമലി കണക്റ്റഡ് ത്രൂ ഡെഡിക്കേറ്റഡ് ലൈൻസ് ടു ദ സ്വിച്ചസ്. കണക്ഷൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിംഗ് ഡെഡിക്കേറ്റഡ് ചാനൽസ് ബിറ്റ്വീൻ സ്വിച്ചസ്. അതാണ് കണക്ഷൻ സെറ്റപ്പ് എന്ന് പറയുന്ന ഈ സെറ്റപ്പ് ഫേസിൽ നടക്കുന്നത്. അവിടെ നമുക്ക് എന്ത് വേണം? എൻഡ് ടു എൻഡ് അഡ്രസ്സിങ് ഈസ് റിക്വയർഡ് ടു കണക്ട് ടു എൻഡ് സിസ്റ്റംസ്. അങ്ങനെ വേണം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ മുന്നത്തെ ഫിഗറിലാണെന്നുണ്ടെങ്കിൽ ഈ ഫിഗറിലാണെന്നുണ്ടെങ്കിൽ എ നീഡ്സ് ടു കണക്ട് ടു സിസ്റ്റം എം അല്ലേ? അപ്പോൾ ഒരു സെറ്റപ്പ് റിക്വസ്റ്റ് ആർക്ക് കൊടുക്കണു? എമ്മിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് ഈ സ്വിച്ച് 1-നാണ് എന്ത് കൊടുക്കുന്നത്? റിക്വസ്റ്റ് കൊടുക്കണേ. എമ്മിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് സ്വിച്ച് 1-ന് റിക്വസ്റ്റ് കൊടുക്കുന്നു. സ്വിച്ച് 1 എന്ന് പറയുന്നത് എമ്മിലേക്ക് എത്താൻ വേണ്ടി ഉള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുന്നു. ഓക്കെ,
അപ്പോൾ ഒരു ചാനൽ കണ്ടുപിടിക്കുന്നു. ആ ചാനൽ വഴി എല്ലാ സ്വിച്ച് 4ഓ 2ഓ ഇതിലേതെങ്കിലും ഒരു സ്വിച്ച് ഒന്നുകിൽ ഈ വഴി പോകാം അല്ലെങ്കിൽ ഈ വഴി പോകാം. അപ്പോൾ സപ്പോസ് 4 ആണ് കണ്ടുപിടിച്ചതെന്നുണ്ടെങ്കിൽ സ്വിച്ച് 4, സ്വിച്ച് 3, പിന്നെ അവസാനം എൻ സിസ്റ്റം എം. ഇത്രയും സിസ്റ്റത്തിൻ്റെ എന്ത് കിട്ടണം? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇത്രയും അക്നോളജ്മെൻറ്റോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മറുപടി വെച്ചാൽ ആ റിക്വസ്റ്റിന് ആക്സസ് കിട്ടണം. ഓക്കെ, റിക്വസ്റ്റ് ചെയ്തതിന് ഇവർ 4 പേരും ആക്സസ് തിരിച്ചു കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. അതാണ് സെറ്റപ്പ് ഫേസ് എന്ന് പറയുന്നത്. ഇനി ഡാറ്റ ട്രാൻസ്ഫറിൽ 2 പാർട്ടീസ് ക്യാൻ ട്രാൻസ്ഫർ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ ടിയർ ഡൗൺ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസോഴ്സസിനെ അല്ലെങ്കിൽ ആ ഡെഡിക്കേറ്റഡ് പാത്ത് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നൽ കൊടുക്കുന്നു. അപ്പോൾ അതെന്തായി? ടിയർ ഡൗൺ ഫേസ് ആയി. ഇത്രയാണ് ഫേസസ് ഓഫ് സർക്യൂട്ട് സ്വിച്ചിങ്. ഇനി നമ്മൾ പറയുന്നുണ്ട് ഓരോ സ്വിച്ചിങ്ങിലും എഫിഷ്യൻസി എങ്ങനെയാണ്, ഡിലേ എങ്ങനെയാണെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ കാര്യം എടുത്താൽ എഫിഷ്യൻസി നമുക്ക് നോക്കി നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ സർക്യൂട്ട് സ്വിച്ചിങ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻ്റ് അല്ല. കാരണം എന്താ? നമ്മൾ ഓൾറെഡി 2 എൻ സിസ്റ്റംസ് കണക്റ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ടെലിഫോൺ സിസ്റ്റം നോക്കുക. ആദ്യം നമ്മൾ കോള് വിളിച്ച് റിസീവർ എൻഡിൽ റിങ് ചെയ്ത് അറ്റൻഡ് ചെയ്താൽ അവിടെ എന്തായി? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ? പിന്നെ നമ്മൾ ഡാറ്റ പാസ് ചെയ്യാണ്, മെസ്സേജ് പാസ് ചെയ്യാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായി? നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാം, അവിടെ ഒരു ഡിലേ ഒന്നും വരില്ല, നല്ല രീതിയിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. പക്ഷേ ആ ലൈനിൽ വേറൊരാൾ വിളിച്ചാൽ എന്താ ഉണ്ടാവുക? അവിടെ എൻഗേജ്ഡ് വരും. സപ്പോസ് ഇത് ടെലിഫോൺ സിസ്റ്റത്തിലാവുമ്പോൾ ഇത് നോർമലാണ്, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യും. ഇത് 2 കമ്പ്യൂട്ടർ സിസ്റ്റംസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത് വിചാരിക്കുക. കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ ആ കണക്ഷൻ അവിടെ ക്ലോസും ചെയ്യാതെ പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താ? ആ ചാനൽ പിന്നെ ഒരാൾക്കും വേറൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ എന്തല്ല? എഫിഷ്യൻ്റ് അല്ല, ആ സിസ്റ്റം എഫിഷ്യൻ്റ് അല്ല. ഓക്കെ, പക്ഷേ ഡിലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഡിലേ അവിടെ ഏറ്റവും മിനിമലാണ്. എഫിഷ്യൻസി ലെസ്സാണ്, ഡിലേ മിനിമലാണ്. അതിൻ്റെ അർത്ഥം എന്താ? എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ്, ഡിലേ കുറവായതുകൊണ്ട് അവിടെ നമുക്ക് സ്പീഡിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, ടൈം അവിടെ ലാഭിക്കാൻ പറ്റും. അതാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഡിലേ കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെയിറ്റിംഗ് ടൈം കുറവായതുകൊണ്ടാണെന്ന് പറയണം. കാരണം നമ്മൾ ഓരോ പാക്കറ്റായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിലും ഫ്ലോ ആയിട്ട് പോവുകയാണെങ്കിലും എപ്പോൾ സെൻഡർ ഡാറ്റ സെൻഡ് ചെയ്താലും അപ്പം തന്നെ അത് ചാനലിലൂടെ പാസ് ചെയ്ത് റിസീവറിലേക്ക് എത്തും. അവിടെ വെയിറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ നെക്സ്റ്റ് സ്വിച്ചിങ്ങിൽ ഡാറ്റാഗ്രാം നെറ്റ്വർക്ക്സിൽ വരുമ്പോൾ പറയുന്നത് അതാണ്. അവിടെ ഓരോ സ്വിച്ചസിലും എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അതിന് മുന്നത്തെ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ വെയിറ്റിംഗ് ടൈം വരും. ഇവിടെ സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ എന്തില്ല എന്ന് പറയണം? വെയിറ്റിംഗ് ടൈം ഇല്ല, അതുകൊണ്ട് ഡിലേ ഉണ്ടാവില്ല എന്ന് പറയണം. അത്രയാണ് സർക്യൂട്ട് സ്വിച്ചിങ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കാണ്. എന്താണ് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയാൻ? പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്കിൽ നമ്മൾ പാക്കറ്റ്സ് ആയിട്ടാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ the message needs to be divided into packets of fixed or variable size. പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് പാസ് ചെയ്യുന്നത്? ഡാറ്റ പാസ് ചെയ്യുന്നത്. ഫ്ലോ ഓഫ് ഡാറ്റ ആയിട്ടല്ല പാസ് ചെയ്യുന്നത്, പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പാസ് ചെയ്യുന്നത്. അവിടെ ദർ ഈസ് നോ റിസോഴ്സ് അലോക്കേഷൻ. അവിടെ എന്തില്ല? റിസോഴ്സ് അലോക്കേഷൻ മുന്നേ ചെയ്യുന്നില്ല, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, മുൻകൂട്ടി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റിസോഴ്സിനെ മുൻകൂട്ടി നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്നില്ല. റിസോഴ്സിനെ എങ്ങനെയാണ് നമ്മളത് റിസോഴ്സ് യൂസ് ചെയ്യുന്നത്? റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ഓൺ ഡിമാൻഡ്. ആവശ്യമുള്ളപ്പോഴാണ് റിസോഴ്സസ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ 4 or 5 റൂട്ടേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്വിച്ചസ് ഉണ്ടാവാം. പക്ഷെ ആ 4-5 സ്വിച്ചസിനെയും ഓൾറെഡി കണക്റ്റഡ് ആക്കി വെച്ച് പിന്നെ ഡാറ്റ കൊണ്ടുവന്ന് ഓരോ പാക്കറ്റായിട്ട് മുഴുവൻ പാക്കറ്റും സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്നതിന് പകരം ഒരു പാക്കറ്റ് വന്നു, ഒരു സ്വിച്ചിലേക്ക് വന്നു, അപ്പം മാത്രം ആ സ്വിച്ചിലേക്ക് ഡാറ്റ വന്നതിന് ശേഷം മാത്രമാണ് എന്ത് ചെക്ക് ചെയ്യുന്നത്? ഇത് ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഇനി അടുത്തത് ഏത് സ്വിച്ചിലേക്ക്
റൂട്ട് ചെയ്ത് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് അപ്പം മാത്രമാണ് നെക്സ്റ്റ് സ്വിച്ച് ഏതാ എന്നുള്ളത് ചിന്തിക്കുന്നുള്ളൂ. അതാണ് അവിടെ എന്ത് പറയുന്നത്, റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ഓൺ ഡിമാൻഡ്. ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. അതും അവിടെ എങ്ങനെയാണ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസിലാണ് ചെയ്യുന്നത്. ആദ്യം വന്ന പാക്കറ്റിനെ ആദ്യം സെൻഡ് ചെയ്യും. അപ്പോൾ രണ്ടാമതൊരു പാക്കറ്റ് വന്നാൽ ആദ്യത്തെ പാക്കറ്റ് സെൻഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ രണ്ടാമത്തെ പാക്കറ്റിന് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇറ്റ് ക്രിയേറ്റ്സ് ഡിലേ. മനസ്സിലായോ? അതാണ് പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്കിൻ്റെ ഒരു ഓൾ ടുഗദർ കാര്യങ്ങൾ. ഇനി ഇതിൽ വരുന്നതാണ് എന്ത്, ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഡാറ്റാഗ്രാം നെറ്റ്വർക്കിൻ്റെ ഫിഗർ നോക്കി നോക്കൂ. എ എന്ന് പറഞ്ഞ സിസ്റ്റം എക്സ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ നിന്ന് 4 പാക്കറ്റായിട്ടാണ് എന്ത് പാസ് ചെയ്യുന്നത്, ഡാറ്റ പാസ് ചെയ്യുന്നത്. ഈ ഡാറ്റാഗ്രാം നെറ്റ്വർക്കിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാക്കറ്റിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 4 പാക്കറ്റ് പാസ് ചെയ്തു. ഈ റൂട്ടറിലേക്ക് ആദ്യം എത്തുക ഫസ്റ്റ് പാക്കറ്റാണ് അല്ലേ. ആ ഫസ്റ്റ് പാക്കറ്റ് ഈ റൂട്ടർ ചിത്രത്തിൽ നോക്കിയാൽ കാണാം എവിടേക്കാണ് പാസ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പാസ് ചെയ്തത് കേട്ടോ. ഫസ്റ്റ് പാക്കറ്റ് ഈ റൂട്ടറിലേക്ക് പാസ് ചെയ്തു. ഇവിടെ ഡാറ്റാഗ്രാം നെറ്റ്വർക്കിൽ നമ്മൾ സ്വിച്ചിനെ പറയുന്നത് റൂട്ടർ എന്നാണ്, അതുകൊണ്ടാണ് ഈ സൈൻ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് പാക്കറ്റ് ഈ റൂട്ടറിലേക്ക് സെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാ, സെക്കൻഡ് പാക്കറ്റ്. സെക്കൻഡ് പാക്കറ്റ് വന്ന സമയത്ത് നോക്കുമ്പോൾ ഈ റൂട്ടർ ഫ്രീ അല്ല, ഈ റൂട്ടറിലേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല അവിടേക്ക്, കാരണം 1 എത്തിയിട്ടില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, സെക്കൻഡ് പാക്കറ്റ് ഈ റൂട്ടറിലേക്ക് പാസ് ചെയ്തു. കാരണം ഇങ്ങനെയും ഇങ്ങോട്ട് എത്താമല്ലോ, ഇങ്ങനെയും ഇങ്ങോട്ട് എത്താം, ഇങ്ങനെയും ഇങ്ങോട്ട് എത്താം അല്ലേ. അപ്പോൾ ഈ റൂട്ടറിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഫ്രീ അല്ലാത്തത് കൊണ്ട് ഇവിടേക്ക് പാസ് ചെയ്തു. എവിടേക്ക്, ഇവിടെ എത്തിയുള്ളൂ കേട്ടോ. പിന്നെ തേർഡ് പാക്കറ്റ് വന്നു, ഇങ്ങോട്ട് പാസ് ചെയ്തു. അപ്പോഴേക്കും ഫസ്റ്റ് പാക്കറ്റ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഫസ്റ്റ് പാക്കറ്റ് ഇനി അടുത്തത് ഇങ്ങോട്ട് പാസ് ചെയ്യണം എന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്തു. ഇതൊക്കെ തീരുമാനിക്കുന്നത് വേറെ കുറേ പ്രോട്ടോക്കോൾസ് വെച്ചിട്ടാണ്, അത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ റൂട്ടറിലേക്ക് പാസ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് പാക്കറ്റ് ഇങ്ങോട്ട് പാസ് ചെയ്തു ഈ ലാസ്റ്റ് റൂട്ടറിലേക്ക്. എന്നിട്ട് ലാസ്റ്റ് എക്സ് എന്ന് പറഞ്ഞ എൻ സിസ്റ്റത്തിലേക്ക് മെസ്സേജ് എത്തി, 1 എത്തിട്ടോ. നെക്സ്റ്റ് നോക്കൂ, 3 ഇങ്ങോട്ട് പാസ് ചെയ്തു. 4 നോക്കി നോക്കൂ, 4 വന്നപ്പോൾ നേരിട്ട് ഈ റൂട്ടറിലേക്കാണ് പാസ് ചെയ്തത്, കണ്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായി ഈ ബ്ലാക്ക് കളറിൽ കിടക്കുന്നതാണ് 4. അപ്പോൾ ഏറ്റവും സിമ്പിൾ വഴി കൂടെ ആര് വന്നു, 4th പാക്കറ്റ് വന്നു. അപ്പോൾ 1 കഴിഞ്ഞ് നെക്സ്റ്റ് എത്തിയത് 4th പാക്കറ്റാണ്, കണ്ടോ. 1 കഴിഞ്ഞ് നെക്സ്റ്റ് എത്തിയത് 4th പാക്കറ്റാണ്. അത് കഴിഞ്ഞാൽ എന്തെത്തി, 3rd പാക്കറ്റ് എത്തി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാക്കറ്റ് എത്തി. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ചിത്രം നല്ലോണം മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. പറയാം. അപ്പോൾ ഇത് നടക്കുന്നത് എങ്ങനെയാണ്, നെറ്റ്വർക്ക് ലെയറിലാണ്. നമ്മൾ പറഞ്ഞു പാക്കറ്റ്സ് ആയിട്ടാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയറിലാണ് പാക്കറ്റ് സ്വിച്ചിങ് അല്ലെങ്കിൽ ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് സ്വിച്ചിങ് നടക്കുന്നത്. ഓക്കെ, ഈ ഡാറ്റാഗ്രാം നെറ്റ്വർക്കിൽ ഓരോ പാക്കറ്റും ഇൻഡിപെൻഡൻ്റ്ലി ആണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ 4 പാക്കറ്റും ഒരേ മെസ്സേജിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ ഈ റൂട്ടറിനോ ഒന്നും അവർക്ക് എന്തല്ല, 4 പാക്കറ്റും തമ്മിലുള്ള കണക്ഷൻ അറിയില്ല. അവർക്കത് പാക്കറ്റ് 1, പാക്കറ്റ് 2, പാക്കറ്റ് 3, പാക്കറ്റ് 4 ഒക്കെ ഇൻഡിപെൻഡൻറ്റ് ഐറ്റംസ് ആണ്. ഇനി ഓക്കെ, ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഇതാ പറയുന്നു, ക്യാൻ കോസ് ട്രാൻസ്മിഷൻ ടു അറൈവ് ഔട്ട് ഓഫ് ഓർഡർ, ഓൾസോ പാക്കറ്റ്സ് മേ ലോസ്റ്റ്. എന്താണ്, ഔട്ട് ഓഫ് ഓർഡർ ആവാനുള്ള ചാൻസ് ഉണ്ട്, പാക്കറ്റ് ലോസ്റ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് കണക്ഷൻലെസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ കണക്ഷൻ മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, അത് കണക്ഷൻ ഓറിയൻറ്റഡ് നെറ്റ്വർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ എന്താണ്, കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണില്ല, റിസോഴ്സസ് ഓൺ ഡിമാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കണക്ഷൻലെസ് നെറ്റ്വർക്ക്സ് എന്ന് വേണമെങ്കിലും റെഫർ ചെയ്യാം. ഓക്കെ, ഇവിടെ സെറ്റപ്പ് ഫേസോ ടിയർ ഡൗൺ ഫേസോ ഇല്ല. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് സെറ്റപ്പ് ഫേസും ഇല്ല, ടിയർ ഡൗൺ ഫേസും ഇല്ല. ആകെയുള്ളത് എന്ത് മാത്രമാണ്, ഡാറ്റ ട്രാൻസ്ഫർ മാത്രമാണ്. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫർ മാത്രമാണ് ഈ ഫേസിൽ നടക്കുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ ഇത് ഡാറ്റാഗ്രാം നെറ്റ്വർക്ക്. ഇനി ഇവിടെ പറയുന്ന വേറൊരു കാര്യം എന്താണെന്നറിയോ, റൂട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതാണ് റൂട്ടിംഗ് ടേബിൾ.
ഈ റൂട്ടിംഗ് ടേബിൾ എവിടെയാണ് ഉണ്ടാവുക? സ്വിച്ചിലാണ് ഉണ്ടാവുക. എല്ലാ സ്വിച്ചിലും ഒരു റൂട്ടിംഗ് ടേബിൾ ഉണ്ടാവും. ആ റൂട്ടിംഗ് ടേബിളിലുള്ളത് ഡെസ്റ്റിനേഷൻ സോഴ്സസിൻ്റെ അഡ്രസ്സും ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിൻ്റെ അഡ്രസ്സും അതിൻ്റെ പോർട്ട് നമ്പറുമാണ് ഉണ്ടാവുക. ഇതാ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും അതിൻ്റെ പോർട്ട് നമ്പറുമാണ് ഉണ്ടാവുക. ഇവിടെ നടക്കുന്നത് ഈച്ച് സ്വിച്ച് ഹാസ് എ റൂട്ടിംഗ് ടേബിൾ ബേസ്ഡ് ഓൺ ഡെസ്റ്റിനേഷൻ അഡ്രസ്. ഈ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഡൈനാമിക് ആണെന്ന് വെച്ചാൽ എന്താ? എപ്പോഴും ഒരേ ഡെസ്റ്റിനേഷനിലേക്കാണോ മെസ്സേജ് പാസ് ചെയ്യേണ്ടി വരിക? അല്ല, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പോർട്ട് നമ്പറും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇനി വെൻ സ്വിച്ച് റിസീവ്സ് എ പാക്കറ്റ്, ഒരു പാക്കറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ചെക്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഇൻ ദ പാക്കറ്റ് ഹെഡർ ആൻഡ് മാച്ചസ് ഇറ്റ് വിത്ത് എ റൂട്ടിംഗ് ടേബിൾ. ഒരു പാക്കറ്റ് റിസീവ് ചെയ്യുമ്പോൾ ആ പാക്കറ്റിൻ്റെ ഉള്ളിലൊരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാവും. അത് എങ്ങോട്ട് പോകണം എന്നുള്ള ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. ആ അഡ്രസ്സും ഇവിടെയുള്ള ഡെസ്റ്റിനേഷൻ അഡ്രസ്സും കൂടി മാച്ച് ചെയ്യും. മാച്ച് ചെയ്ത് സെയിം ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോർട്ട് നമ്പർ ചെക്ക് ചെയ്യും. എന്നിട്ട് ആ പോർട്ട് അഡ്രസ്സിലേക്കാണ് എന്ത് പാസ് ചെയ്യുന്നത്? ഡാറ്റ പാസ് ചെയ്യുന്നത്. ആൻഡ് സെൻസ് ടു ഡിസൈർഡ് പോർട്ട്. ഇതാണ് ഓരോ സ്വിച്ചിൻ്റെയും ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, റൂട്ടിംഗ് ടേബിൾ കൺസിസ്റ്റ് ഓഫ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ. ഡെസ്റ്റിനേഷൻ അഡ്രസ് റിമെയിൻസ് സെയിം ത്രൂപുട്ട് ദ ജേർണി ഇൻ ദ ഡാറ്റാഗ്രാം നെറ്റ്വർക്ക്. എന്താണ്? ഈ റൂട്ടറിലുള്ള ഡെസ്റ്റിനേഷൻ അഡ്രസ്സും വരുന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ്സും തമ്മിൽ മാച്ച് ചെയ്തിട്ട് അതിൻ്റെ പോർട്ട് നമ്പറിലേക്കാണ് എന്ത് പോകുന്നത്? ഡാറ്റ പോകുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? ഇത്രയാണ് സ്വിച്ചിൽ നടക്കുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നേരത്തെ പറഞ്ഞ പോലെ എഫിഷ്യൻസിയും ഡിലേയും നമുക്ക് നോക്കാം. എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? മറ്റ് കണക്ഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. കാരണം ഇതിൽ എന്തില്ല? റിസോഴ്സസിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെക്കുന്നില്ല. റിസോഴ്സസ് ഇഷ്ടം പോലെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഏത് റിസോഴ്സാണോ അല്ലെങ്കിൽ ഏത് സ്വിച്ചാണോ ഫ്രീ അതിൽ നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാം. അപ്പോൾ അറ്റ് എ ടൈം 2-3 മെസ്സേജുകൾ 2-3 ആൾക്കാർ സെൻഡ് ചെയ്താലും എന്ത് ചെയ്യും? അതിനെ സിങ്ക്രണൈസ് ചെയ്ത് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ഡിലേ വരും. പാക്കറ്റ്സ് വെയിറ്റിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഓരോ സ്വിച്ചിൻ്റെ അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഡിലേ വരും. പിന്നെ അടുത്ത ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താ? ഡിസോർഡർ ആയിട്ടാണ് കിട്ടുക. കറക്റ്റ് ഓർഡറിലല്ല എന്ത് കിട്ടുക? റിസീവർ എൻഡിൽ മെസ്സേജ് കിട്ടുക. പക്ഷെ അതിനൊക്കെ നമ്മൾ പറഞ്ഞൂലേ, റിസീവറിൽ അസംബിൾ ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വീണ്ടും പഴയ പോലെ ആക്കിയിട്ടാണ് അപ്പർ ലെയേഴ്സിലേക്ക് ഡാറ്റേനെ കൊടുക്കുന്നത്. ഈ ലെയറിലത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവിടെ എന്താ കിട്ടുക? ഡിസോർഡർ ആയിട്ടുള്ള പാക്കറ്റ്സ് ആണ് കിട്ടുക. ആ രണ്ടെണ്ണമാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള. പിന്നെ വെയിറ്റിംഗ് ടൈം കൂടുതലുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയാണ് പാക്കറ്റ് സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും. ഓക്കെ, പാക്കറ്റ് സ്വിച്ചിങ്ങിലെ ഡാറ്റാഗ്രാം നെറ്റ്വർക്കാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.